റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. പുതുവർഷത്തിൽ തണുപ്പ് ആരംഭിക്കാൻ പോകുന്നതിനാൽ UK ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ 2 ആംബർ ആരോഗ്യ അലർട്ടുകൾ പുറപ്പെടുവിച്ചു. പ്രത്യേകിച്ച് പ്രായമായവരിലും ദുർബലരായ ആളുകളിലും മരണനിരക്ക് വർദ്ധിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ ഇംഗ്ലണ്ടിന്റെ വടക്ക് കിഴക്കൻ വടക്ക് പടിഞ്ഞാറൻ മേഖലകളെ GMT സമയം ഞായറാഴ്ച 8 മണി മുതൽ ജനുവരി 5 12 മണി വരെ ഉൾക്കൊള്ളുന്നു. ജനുവരി 3, 4 തീയതികളിൽ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുമെന്നും ഈ പ്രദേശങ്ങളിലെ താപനില -4 ഡിഗ്രി സെൽഷ്യസായി കുറയുമെന്നും പ്രതീക്ഷിക്കുന്നു. കുറഞ്ഞ താപനില ആരോഗ്യ പരിചരണ സേവനങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഏജൻസി കൂട്ടിച്ചേർത്തു. തിങ്കളാഴ്ച രാത്രി മുതൽ പെൻറിത്തിൽ താപനില -1 ഡിഗ്രി സെൽഷ്യസ് വരെ താഴുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം സ്കോട്ടിഷ് ഹൈലാൻഡ്സിന്റെ ചില ഭാഗങ്ങളിൽ -10 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. ആശുപത്രികളിലെയും കെയർ ഹോമുകളിലെയും താപനില ആരോഗ്യ അപകട സാധ്യതകൾ വിലയിരുത്തുന്നതിന് ശുപാർശ ചെയ്യുന്നതിനേക്കാൾ താഴെയാകുന്നതും ഇൻഡോർ താപനില ശുപാർശ ചെയ്യുന്ന 18 ഡിഗ്രി സെൽഷ്യസിൽ നിലനിർത്തുന്നതിനുള്ള വെല്ലുവിളികളും വളരെ തണുത്ത കാലാവസ്ഥയുടെ മറ്റ് അനന്തരഫലങ്ങളാണെന്ന് UK HSA പറഞ്ഞു. തണുപ്പ് കാരണം യാത്രാ കാലതാമസം മൂലമുള്ള ജീവനക്കാരുടെ പ്രശ്നങ്ങളും ഉണ്ടായേക്കാം. ഇംഗ്ലണ്ടിന്റെ ഭൂരിഭാഗവും രാത്രിയിൽ മേഘാവൃതമായിരിക്കുമെന്നും തിങ്കളാഴ്ച രാവിലെ മഞ്ഞുവീഴ്ചയും മൂടൽമഞ്ഞും ഉണ്ടാകുമെന്നും ഇത് ദുഷ്കരമായ യാത്രാ സാഹചര്യങ്ങൾക്ക് കാരണമാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷകർ പറഞ്ഞു. ജനുവരി 2 11 ഇടയിൽ സ്കോട്ട്ലൻഡിലെ തണുത്ത വടക്കൻ കാറ്റ് UKയിലുടനീളം പ്രബലമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പ്രധാനമായും തെക്കൻ തീരദേശങ്ങളിൽ മഞ്ഞുവീഴ്ച കാരണമാകുമെന്ന മെറ്റ് ഓഫീസിന്റെ മുന്നറിയിപ്പും നിലനിൽക്കുന്നു. കൗമാരപ്രായത്തിൽ നോർമാൻഡിയിൽ പോരാടിയ 2ാം ലോകമഹായുദ്ധ സൈനികൻ 100 വയസ്സിൽ അന്തരിച്ചു. പിന്നീട് യുദ്ധ തടവുകാരനായിരുന്നു അദ്ദേഹം. ബെഡ്ഫോർഡ്ഷെയറിലെ കാരിങ്ടണിൽ നിന്നുള്ള ഡഗ്ലസ് ബാൽഡ്വിൻ കിങ്സ് ഓൺ സ്കോട്ടിഷ് ബോർഡേഴ്സിന്റെ 6ാമത്തെ ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1944 ജൂണിൽ ഡേക്ക് 3 ആഴ്ച കഴിഞ്ഞ് വെറും 18 വയസ്സുള്ളപ്പോൾ അദ്ദേഹം വടക്കൻ ഫ്രാൻസിലെത്തി. പിന്നീട് ജർമ്മൻ സൈന്യം പിടികൂടിയ അദ്ദേഹത്തെ 9 മാസക്കാലം ഒന്നിലധികം സ്ലാലാക് ക്യാമ്പുകളിൽ കൽക്കരി ഖനികൾ ജോലി ചെയ്യാൻ നിർബന്ധിച്ചു. മിസ്റ്റർ ബാൽഡ്വിനെ നോർമാൻഡിയിലേക്ക് നിരവധി യാത്രകൾ നടത്താൻ സഹായിച്ച ടാക്സി ചാരിറ്റി ഫോർ മിലിറ്ററി വെറ്ററൻസ് അദ്ദേഹത്തിന്റെ മരണവാർത്ത കേട്ടപ്പോൾ ദുഃഖമുണ്ട് എന്നും രേഖപ്പെടുത്തി. ഡഗിന്റെ ശ്രദ്ധേയമായ ജീവിതത്തെയും ധൈര്യത്തെയും ത്യാഗത്തെയും ഞങ്ങൾ ആദരിക്കുന്നു. നന്ദിയുടെയും ആദരവോടെയും ഞങ്ങൾ അദ്ദേഹത്തെ ഓർക്കുന്നു എന്നും പ്രസ്താവനയിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 7 മക്കളിൽ ഒരാളായ മിസ്റ്റർ ബാൽഡ്വിൻ നവംബറിൽ തന്റെ 100ാം ജന്മദിനം ആഘോഷിച്ചു. കെന്റിലെ ഷെയർനെസ്റ്റിലാണ് അദ്ദേഹം വളർന്നത്. ഇനി നാട്ടിലെ വാർത്തകൾ. കോക്ലിയർ ഇംപ്ലാന്റ് ചെയ്ത കുട്ടികളുടെ ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി, അപ്ഗ്രഡേഷൻ എന്നിവയ്ക്കായി ധനസഹായം നൽകുന്ന ശ്രുതി തരംഗം പദ്ധതിക്ക് തുക വകയിരുത്തി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം തന്നെ വിവരം കൈമാറണമെന്ന് സർക്കാരിന്റെ കർശന നിർദ്ദേശം. ഇക്കാര്യം ജില്ലാ തദ്ദേശ ഭരണ ജോയിന്റ് ഡയറക്ടർമാർ ഉറപ്പുവരുത്തണം. തദ്ദേശ സ്ഥാപനങ്ങളിലെ പുതിയ സാരഥികൾ ഇക്കാര്യമാകും ആദ്യം പരിഗണിക്കേണ്ടി വരിക. പല തദ്ദേശ സ്ഥാപനങ്ങളും ഉപയോക്താക്കളുടെ എണ്ണത്തിനനുസരിച്ച് തുക വകയിരുത്തിയിട്ടില്ലെന്ന് കണ്ടതിനെ തുടർന്നാണ് കർശന നിർദ്ദേശം. ഭരണസമിതികളെ ബോധവൽക്കരിച്ച് തുക ഉൾപ്പെടുത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്കാണ്. ഓരോ വർഷവും ഒരു കുട്ടിക്ക് 50,000 രൂപ നിരക്കിൽ വകയിരുത്തണമെന്ന് നേരത്തെ സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും നഗരസഭാധ്യക്ഷരെയും ഇക്കാര്യം അറിയിച്ചെങ്കിലും പലയിടത്തും തുക വകയിരുത്തിയില്ല. ഇക്കുറി അങ്ങനെ സംഭവിക്കാതിരിക്കാനാണ് ജില്ലാ ജോയിന്റ് ഡയറക്ടർമാർക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകിട്ട് 7 തലസ്ഥാനത്തെത്തും. വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി രാത്രി 7:20 പാളയം LMS കോമ്പൗണ്ടിൽ നടക്കുന്ന ട്രിവാൻഡ്രം ഫെസ്റ്റിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തുടർന്ന് ലോക് ഭവനിൽ താമസിക്കും. 30 രാവിലെ 10 വർക്കല ശിവഗിരിയിൽ 93ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. തിരികെ ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തെത്തി 12:05 മാറി വാനൂസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 1:25 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് തിരികെ മടങ്ങും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ സന്ദർശനത്തിനോടനുബന്ധിച്ച് നഗരത്തിൽ 29, 30 തീയതികളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഇന്ന് ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 8:30 വരെയും 30-ാം തീയതി രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെയുമാണ് നിയന്ത്രണം. 29-ന് ഉച്ചയ്ക്ക് 2:30 മുതൽ രാത്രി 8:30 വരെ ശംഖുമുഖം, ഓൾ സെയിൻസ് ചാക്ക, പേട്ട, പള്ളിമുക്ക്, പാറ്റൂർ ജനറൽ ആശുപത്രി, ആശാൻ സ്ക്വയർ, ഫ്ലൈഓവർ, നിയമസഭ, GV രാജ, LMS മ്യൂസിയം, വെള്ളയമ്പലം, കവടിയാർ റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്കിംഗ് അനുവദിക്കില്ല. 121.33 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈവ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.